കുച്ചു കുച്ചു കുത്തി വണ്ടേ കൂക്കിപ്പായും പാളത്തിൽ കുടു 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 ഓട്ടോറിക്ഷ റോഡിൽ കൂടി പായുന്നു. മലപ്പുറം നഗരസഭാ പ്രദേശത്തുള്ള മുഴുവൻ അംഗനവാടികളും 64 അംഗനവാടികൾ നഗരസഭ ഈ വർഷത്തെ പദ്ധതിയുടെയും കേന്ദ്ര സർക്കാരിൻ്റെ സാമ്പത്തിക സഹായത്തോടും കൂടി സ്മാർട്ട് അംഗനവാടികളാക്കി മാറ്റിയിരിക്കുകയാണ്. ഈ സ്മാർട്ട് അംഗനവാടികൾ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എൻ്റെയർ ഇൻഫ്രാസ്ട്രക്ചർ, അതായത് അംഗനവാടിക്കകത്തുള്ള കുട്ടികളിരിക്കുന്ന പഠന ഹാള്, മറ്റുള്ള കിച്ചൺ, മറ്റ് ടോയ്ലറ്റുകൾ, എല്ലാ ഏരിയയും പൂർണ്ണാർത്ഥത്തിൽ സമഗ്രമായി പരിഷ്കരിച്ച് എയർ കണ്ടീഷൻ ക്ലാസ് റൂമുകൾ സെറ്റ് ചെയ്ത് സ്മാർട്ട് TV ഉൾപ്പെടെയുള്ളത് നൽകി സൗണ്ട് സിസ്റ്റം, മോഡേൺ കിഡ്സ് ഫർണിച്ചറുകൾ, അംഗനവാടികൾ കുട്ടികൾക്ക് അവരുടെ ഇരിപ്പിടവും മറ്റൊക്കെ സൗകര്യപ്പെടുന്ന രീതിയിലുള്ള മോഡേൺ ചെയറുകൾ, കിഡ്സ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ചെയറുകൾ, അത്തരത്തിലുള്ള ടേബിളുകൾ, ഫ്ലോറുകൾ, കുട്ടികളുടെ സോഫ്റ്റായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന സോഫ്റ്റ് ഫ്ലോറിങ്ങുകൾ, അങ്ങനെ തുടങ്ങി അടിമുടി എൻ്റെയർ മേഖലയെ അംഗനവാടിയുടെ ഇൻഫ്രാസ്ട്രക്ചറിനെ പരിഷ്കരിച്ചിരിക്കുകയാണ്. എല്ലാ അംഗനവാടിക്കകത്തും കിഡ്സ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കാർട്ടൂൺ കഥാപാത്രങ്ങൾ ഉൾപ്പെടെയുള്ള ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. പുറംഭാഗം ഒരു ട്രെയിനിൻ്റെ കോച്ച് പോലെ കുട്ടികളിലൊരു കൗതുകവും താല്പര്യമൊക്കെ ഉണ്ടാക്കുന്ന രീതിയിലുള്ളൊരു ഇടമാക്കി അവർക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ലൊക്കേഷനാക്കിയിട്ട് ഇത് മാറ്റുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ സാധാരണ ഉയർന്ന സാമ്പത്തിക സൗകര്യമൊക്കെ ഉണ്ടെങ്കിലേ കുട്ടികളെ ഇത്തരത്തിലുള്ള ശീതീകരിച്ച എയർ കണ്ടീഷൻ കിൻഡർ ഗാർഡനിലൊക്കെ അയക്കാൻ രക്ഷിതാക്കൾക്ക് കഴിയുള്ളൂ. നമ്മുടെ അംഗനവാടികളിൽ വരുന്നത് എല്ലാവരും എന്ന് തന്നെ പറയാം, ഭൂരിപക്ഷവും വളരെ സാധാരണക്കാരായിട്ടുള്ള കുട്ടികളാണ്. അപ്പോൾ ആ കുട്ടികൾ ചെറുപ്രായത്തിലെ സൗകര്യമൊന്നും വീടുകളിലെ സൗകര്യക്കുറവുണ്ടാവും. പഠിക്കുന്ന സ്ഥലവും ആ തരത്തിലായിക്കഴിഞ്ഞാൽ മാനസികമായി ചെറിയ പ്രായത്തിലെ കുട്ടികളുടെ ഒരു മൈൻഡ് സെറ്റ് തങ്ങളൊരു മാറി നിൽക്കേണ്ടവരാണ്, ഉന്നതിയിലെത്താത്തവരാണെന്നുള്ളൊരു മൈൻഡ് സെറ്റിലേക്ക് ശരിക്കും മോൾഡ് ചെയ്യുന്നുണ്ട്. ഈ കുട്ടികളുടെ മുഴുവൻ വീടിനകത്ത് ഉന്നത സൗകര്യങ്ങൾ ഉണ്ടാക്കുന്ന രക്ഷിതാക്കൾ കൂടി മാത്രമേ കഴിയുള്ളൂ. പക്ഷേ നഗരസഭയെ പോലുള്ള ഒരു ഇത്തരത്തിലുള്ള ഇനീഷ്യേറ്റീവ് എടുക്കുക വഴി പഠിക്കുന്ന സ്ഥലം അംഗനവാടികളെങ്കിലും നല്ല പശ്ചാത്തലമുള്ള രീതിയിൽ, നല്ല സൗകര്യമുള്ള രീതിയിൽ, നല്ല ഹൈജീനായിട്ടുള്ള രീതിയിൽ, മോഡേൺ ആയിട്ടുള്ളൊരു കോൺസെപ്റ്റും ആ അർത്ഥത്തിലുള്ളൊരു എൻവയോൺമെൻറ്റും ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നഗരസഭ ഈ ഇത്തരത്തിലുള്ള ഒരു പരിഷ്കരണം കൊണ്ട് ആഗ്രഹിച്ചത്. നഗരസഭയിലുള്ളത് 64 അംഗനവാടികളാണ്. 64 അംഗനവാടികൾ ഈ രീതിയിൽ പരിഷ്കരിച്ചിട്ടുണ്ട്. മുഴുവൻ അംഗനവാടികളും ഒരേ രീതിയിലാണ്. ഏത് അംഗനവാടിയുടെ അകവും പുറവും ചെന്ന് കഴിഞ്ഞാൽ ബിൽഡിങ്ങിൻ്റെ സ്ട്രക്ചർ കൊണ്ട് മാത്രമേ ഇനി തിരിച്ചറിയാൻ കഴിയുള്ളൂ. കാരണം ഇൻറ്റേർണലി ആൻഡ് എക്സ്റ്റേണൽ വൈസ് എല്ലാ അംഗനവാടികൾക്കും ഒരേ അപ്പിയറൻസാണ്. അപ്പം അംഗനവാടികൾ ഒരുപോലെ ഒരേ തരത്തിൽ എല്ലാ അംഗനവാടികളും എല്ലാ സ്ഥലത്തും ഒരേ യൂണിഫോം ഫോർമാറ്റിൽ ഇതോടുകൂടി ഈ പദ്ധതി വഴി മാറുകയാണ്. 1.5 കോടി രൂപയോടെ നമുക്ക് ഈ പദ്ധതി ചിലവാകുന്നതിന് വേണ്ടി വരുന്നുണ്ട്. നഗരസഭയുടെ വലിയൊരു സാമ്പത്തിക വിധി ഇതിനകത്ത് ഉപയോഗപ്പെടുത്തി ശേഷിക്കുന്നതിന് കുറച്ച് കേന്ദ്ര സഹായം നഗരസഭയ്ക്ക് ലഭ്യമായപ്പോൾ അത് അംഗനവാടികൾക്ക് ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ള ഡയറക്ഷൻ വന്ന സമയത്ത് അത് അംഗനവാടികൾക്ക് കേന്ദ്രത്തിൻ്റെ ഫണ്ട് കൂടി ഉപയോഗപ്പെടുത്തിയാണ് ഇതിനു വേണ്ട ഫിനാൻസ് കണ്ടെത്തിയത്. ഇതിൻ്റെ ഉദ്ഘാടന ദിവസം മുതൽ കുട്ടികൾ നിങ്ങൾക്ക് അതിൻ്റെ ഉത്സാഹം കാണാൻ കഴിയും. ഒന്ന്, രക്ഷിതാക്കൾ വളരെ സംതൃപ്തരാണ്. കാരണം ഈ കുട്ടികൾ രാവിലെ വന്ന് വൈകിട്ട് വരെ അംഗനവാടിയിലാണ്. ഉച്ചയുറക്കം പോലുള്ളത് അംഗനവാടിയിലാണ് കുട്ടികളുടേത്. കുട്ടികൾ വലിയ തുള്ളിച്ചാടി ആവേശത്തിൽ ടോയ്സുകളൊക്കെ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ആവശ്യത്തിലധികം നൽകിയിട്ടുണ്ട്. ഞങ്ങൾ ടീച്ചേഴ്സിനോട് പറഞ്ഞിട്ടുള്ളത് നൽകിയ മുഴുവൻ ടോയ്സും കംപ്ലീറ്റ്ലി കുട്ടികൾ ഉപയോഗിക്കണമെന്ന് മാത്രമല്ല, കുറവുകൾ ഇനി ഉണ്ടെങ്കിൽ അടുത്ത വർഷം വേറെ തരാം, നിങ്ങളിത് ഭാവിയിൽ ആവശ്യം വരുമെന്ന് കരുതി സൂക്ഷിച്ച് വെക്കരുത്. ഇതിൻ്റെ പൂർണ്ണാർത്ഥത്തിൽ കുട്ടികളുടെ ഒരു സെലിബ്രേഷൻ നടക്കുന്ന രീതിയിൽ നമുക്ക് അംഗനവാടികൾ മാറ്റാൻ കഴിയും. വലിയ സ്വീകാര്യതയാണ്. ഇന്നലെയൊക്കെ ഉദ്ഘാടന ചടങ്ങുകളിൽ എത്രയോ അമ്മമാർ വലിയ രീതിയിൽ അവിടെ പഠിക്കുന്ന കുട്ടികളുടെ അമ്മമാർ മാത്രമല്ല, ചുറ്റുഭാഗത്തുള്ള ആളുകൾ, പരിസര പ്രദേശത്തുള്ള ആളുകൾ വലിയ നല്ല ജനബാഹുല്യത്തോടു കൂടിയാണ് എല്ലായിടങ്ങളിലും ഉദ്ഘാടന ചടങ്ങുകൾ നടന്നത്. കുട്ടികൾ വളരെ തുള്ളിച്ചാടി സന്തോഷവാന്മാരായി. കാർട്ടൂൺ കഥാപാത്രങ്ങൾ TV-യിൽ വരുന്നു. അതേസമയം അവർ എപ്പോഴും കാണുന്ന കാർട്ടൂണുകൾ ചുമരിലുണ്ട്. അവരുടെ കൈകളിൽ അവരാഗ്രഹിക്കുന്നതിനുള്ള ടോയ്സുകളുണ്ട്. കുട്ടികളുടെ ഒരു മുഖപ്രസന്നത തന്നെ കണ്ടാൽ അറിയാം. ഒരു ഉത്സവ ഛായ പകർന്ന അന്തരീക്ഷത്തിലാണ് കുട്ടികൾ ഇപ്പോൾ ക്ലാസ് റൂമുകളിൽ ഇരിക്കുന്നത് യഥാർത്ഥത്തിൽ.